കോർണിക് ഫുട്ബോളിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ മാർക്കറ്റിൽ കുറച്ചധികം അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. ആദ്യമേ തന്നെ ലോക ചാമ്പ്യന്മാരായ ചെൽസിനെ കുറിച്ച് തന്നെ തുടങ്ങാം. ചെൽസി കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ട്ലി മാച്ച് ഉണ്ടായിരുന്നു. ബയൺ ലെവർകൂസനെതിരെ 2-0 വിജയിച്ചു. അവരുടെ ബ്രസീലിയൻ താരങ്ങളായ എസ്റ്റാവിയോ വില്ലന്റെ ആദ്യ ഡിബറ്റ് മാച്ചിൽ തന്നെ അദ്ദേഹം ചെൽസിക്ക് വേണ്ടി ഗോൾ അടിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു ഗോള് ജാവ പെഡ്രോയുടെ വകയായിരുന്നു. മറ്റൊരു ഗോൾ, അങ്ങനെ 2-0 ആയിരുന്നു ചെൽസി വിജയിച്ചത്. അടുത്ത സീസൺ കളറാക്കാൻ തന്നെയാണ് ചെൽസി തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അവരുടെ ട്രാൻസ്ഫർ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഗർനാച്ചോ കഴിഞ്ഞ ദിവസം പേഴ്സണൽ ടൈമൊക്കെ അദ്ദേഹം അംഗീകരിച്ചു. സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെൽസിക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം സൈൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ ഓഫറുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ചെൽസിക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇനിയിപ്പം പ്ലെയർ സൈഡിൽ നിന്നൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലബ് ടു ക്ലബ് ടോക്കണാണ് നടക്കേണ്ടത്. ടെലഗ്രാഫ് പറയുന്നതനുസരിച്ച് 50 മില്യൺസിന്റെ ഒരു പാക്കേജാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു നല്ലൊരു ഫെയർ ഫീ ആയിട്ട് ചെൽസി ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഒരു 40 മില്യൺ ഒക്കെയാണ് ചെൽസി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോക്കുകളൊക്കെ നടക്കേണ്ട വരും ദിവസം മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ എത്ര മില്യന്റെ ആ ഒരു ഡീല് നടക്കുമെന്ന്. അപ്പം അതിന്റെ കൂടെ തന്നെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊരു പേരും കൂടെ ഉണ്ട്, സാവി സിമൻസ്. ഇതേപോലെ ഗർനാച്ചോയുടെ ഡീല് കഴിഞ്ഞാൽ സാവി സിമൻസ് ആയിരിക്കും മറ്റൊരു താരം, ചെൽസിയുടെ ആ ഒരു അറ്റാക്കിന് മുൻതൂക്കം നൽകുന്ന മറ്റൊരു താരം. ഓൾറെഡി തന്നെ ചെൽസിക്ക് നല്ല അറ്റാക്കേഴ്സ് ആയിട്ടുണ്ട്. കാരണം ജേമി ഗിറ്റൻസ്, എസ്റ്റാവിയോ വില്ലൻ, അതുപോലെ തന്നെ ജാവ പെഡ്രോ നെറ്റോ, കോൾ പാർമ, ഇനിയിപ്പം ഗർനാച്ചോ ആൻഡ് സാവി സിമൻസ്. ചെൽസി കളറാക്കാനാണ് ചെൽസിയുടെ തീരുമാനം. ഇനി മറ്റൊരു പേരും കൂടെ നമ്മൾ എടുത്തു പറയണം, മറ്റൊരു വാർത്ത. കാരണം ലെവി കോൾവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് അദ്ദേഹത്തിന് പരിക്ക് സീരിയസ് ആണ്, ACL ഇഞ്ചുറിയാണ്. ഈ വരാൻ പോകുന്ന സീസൺ ഭൂരിഭാഗം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കേട്ടതാണ്. അപ്പൊ ചെൽസിയുടെ ഭാഗത്തുനിന്ന് കേട്ടെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ചാഴ പിടിച്ചൊരു CBക്ക് വേണ്ടി പോകാൻ സാധ്യതയില്ലെന്ന് എൻസോ മരാസ്ക വരെ പറഞ്ഞു. അതുപോലെ തന്നെ ഫാബ്രിസോ റൊമാനി ഇതേപോലെ പറഞ്ഞു ചെൽസിക്ക് പെട്ടെന്നൊരു CB സൈൻ ചെയ്യാനുള്ള ഇന്റൻഷൻ ഒന്നും ഇല്ലെന്ന്. ഇപ്പൊ ഒരു സ്പാനിഷ് സോഴ്സസായ ഫിച്ചാസ് എന്ന് കേൾക്കുന്നത് ഇതേപോലെ റിക്രൂട്ട്മെന്റ്, ചെൽസി റിക്രൂട്ടിംഗ് ചീഫ് പറയുന്നത് വെച്ചാൽ 2-3 പേരുകൾ പറയുന്നതിൽ ഒരു പേര് റൊണാൾഡ് അറോജയുടെ പേരാണ്. സ്പാനിഷ് സോഴ്സായ ഫിച്ചാസസ് എന്നാണ് ആ വാർത്ത കേട്ടത്. റൊണാൾഡ് അറോജൻ ഇതുപോലെ ചെൽസിയുടെ ഒരു ബാക്കപ്പ് ആയിട്ട് സൈൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന വാർത്തയാണ് കേൾക്കുന്നത്. ബാഴ്സ റൊണാൾഡ് അറോജനെ റിലീസ് ചെയ്യാൻ തയ്യാറാവോ? അഥവാ ബാഴ്സയുടെ ഭാഗത്തു നിന്ന് 45 മില്യൺ പൗണ്ട്സ് ആണ് റൊണാൾഡ് അറോജയ്ക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത് ബാഴ്സ. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഇനിഗോ മാർട്ടിനസ് ബാഴ്സയുടെ ആ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അൽ നസറിന് വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. ആ ഒരു സ്ഥിതിക്ക് എന്തായാലും ബാഴ്സ റൊണാൾഡോ അറോജനെ ലൂസ് ചെയ്യുന്നത് വളരെയധികം സംശയമാണ്. വരും ദിവസം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ചെൽസിക്ക് എന്തായാലും ഒരു ലോങ് സീസൺ, ഇപ്പം UCL വരെ ഉണ്ട്. അപ്പം നല്ലൊരു ലോങ് സീസണാണ് ഫ്രണ്ടിലുള്ളത്. എന്തായാലും നല്ലൊരു CB അവർക്ക് വേണം. അവരുടെ മെയിൻ പ്ലെയർ ആയിരുന്നു കോൾവിൽ. എന്തായാലും ആ ഒരു പ്ലെയർ പോയിസ്ഥിതിക്ക് എന്തായാലും CBനെ സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇതേപോലെ റൊണാൾഡ് അറോജയുടെ പേരാണ് റിക്രൂട്ട്മെന്റ് ചീഫ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നാണ് കേൾക്കുന്നത്. വരും ദിവസം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് മറ്റൊരു വാർത്ത എന്ന് വെച്ചാൽ മറ്റൊരു ഹോട്ട് ടോപ്പിക് എന്ന് വെച്ചാൽ യുണൈറ്റഡ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ ഷെഷ്കോയുടെ മെഡിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇന്ന് രാവിലെ കുറച്ചു മുമ്പ് ബെഞ്ചമിൻ ഷെഷ്കിനെ ഒഫീഷ്യലായിട്ട് അൺവീൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഒഫീഷ്യലായിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം വന്നില്ല, ഇപ്പൊ കുറച്ചു മുമ്പാണ് വന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു വാർത്തയും കേട്ടു, കാരിങ്ടണിൽ അവരുടെ ട്രെയിനിങ് ഫെസിലിറ്റി പുതിയതായിട്ട് ഇന്നോവേറ്റ് ചെയ്ത ട്രെയിനിങ് ഫെസിലിറ്റി ഉദ്ഘാടനം ചെയ്ത വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. ഇനി നമുക്ക് ട്രാൻസ്ഫർ കഥയിലേക്ക് പോവുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഡൊണ്ണറൂമ ഇതേപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്യണമെന്ന് അദ്ദേഹം ഇന്റേണലി ആഗ്രഹം പ്രകടിപ്പിച്ചതായിട്ട് മിറർ ഫുട്ബോളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ ചിഗുത്താങ്കോട്ടയിൽ വരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഇപ്പൊ PSG ഭാഗത്ത് നിന്ന് 26 മില്യൺ ചോദിക്കുന്നുണ്ട്. ESPN ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് 26 മില്യൺ PSG ഡൊണ്ണറൂമയ്ക്ക് വേണ്ടി ചോദിക്കുന്നത്. കാരണം PSG ഇതേപോലെ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചു, പക്ഷെ ഡൊണ്ണറൂമ നിഷേധിച്ചു. രണ്ടാമതൊരു ഡീലിനൊന്നും ശ്രമിക്കുന്നില്ല. അപ്പൊ വിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ യുണൈറ്റഡിൽ നിന്നും സിറ്റിയിൽ നിന്നും ഇന്റർ മിലാൻ എന്നൊക്കെ ഓഫറുകൾ PSG പ്രതീക്ഷിക്കുന്നുണ്ട്. 26 മില്യനാണ് വച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഡൊണ്ണറൂമ ഇതേപോലെ ആഗ്രഹം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡൊണ്ണറൂമയ്ക്ക് വേണ്ടി പോകണം. കാരണം എന്തായാലും ഗോൾ കീപ്പർ വേണമല്ലോ. ഇനി മറ്റൊരു കാര്യം പറയാമെങ്കിൽ ഹോയ്ലൻഡ് എന്തായാലും ഈ ഒരു സമ്മർ വിട്ട് പോകാനാണ് സാധ്യത. ബെഞ്ചമിൻ ഷെഷ്കോയുടെ ആ ഒരു സൈനിങ് പൂർത്തിയായ സ്ഥിതിക്ക്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സില്ല, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടു പോകാനുള്ള മനസ്സില്ല. ഫൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൽക്കണം. ഇതുപോലെ തന്നെ ഒരു 40 മില്യൺസിന്റെ ഇതാണ് ഹോയ്ലൻഡിന് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിലവിൽ AC മിലാൻ ഒരു ലോൺ ഡീലിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു 3.5 മില്യൺ പൗണ്ട്സിന്റെ ഒരു ലോൺ ഡീല്, അതുപോലെ തന്നെ ഒരു 30 മില്യൺ പൗണ്ട്സിന്റെ ബൈബാക്ക് ക്ലോസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡീലാണ് ശ്രമിക്കുന്നത്. ആ ഒരു ഡീല് നടക്കാനാണ് സാധ്യത.
പക്ഷെ അദ്ദേഹത്തിന്റെ താല്പര്യമില്ല, യുണൈറ്റഡ് തുടരുമെന്നാണ് അദ്ദേഹത്തിന് താല്പര്യം. വരും ദിവസം മാത്രമേ നമുക്ക് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു ഹോട്ട് ടോപ്പിക്, നമ്മളെ കാർലോസ് ബലേബ, 21 വയസ്സുള്ള കാമറൂൺ ഇന്റർനാഷണൽ ബ്രൈറ്റന്റെ മിഡ്ഫീൽഡർ, ഹോൾഡിംഗ് മിഡ്ഫീൽഡർ. ആമറമിനും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു താരം കൂടിയാണ് ഇപ്പോൾ കാർലോസ്. ഇതേപോലെ തന്നെ ബ്രൈറ്റന് വിൽക്കാൻ താല്പര്യമില്ല, 2026 വേണമെങ്കിൽ വിൽക്കാൻ തയ്യാറാണെന്ന് അവർ പറഞ്ഞു. അഥവാ ഈ ഒരു സമ്മറിൽ വിൽക്കുന്നുണ്ടെങ്കിൽ കൈസിയുടേക്ക് കൊടുത്ത ഒരു തുകയുണ്ടല്ലോ, 115 മില്യൺ പൗണ്ട്സിന്റെ ആ ഒരു തുക, ആ തുക തന്നെ ബലേബയ്ക്ക് നൽകേണ്ടി വരും. ഇതേപോലെ ഇന്റർമീഡിയറ്റ് അറിഞ്ഞെന്ന് വെച്ചാൽ ബലേബയ്ക്ക് ഇതേപോലെ ചെകുത്താൻ കോട്ടയിലിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹവും. ഇതിപ്പോ ഈ ഡീല് നടക്കണം, ഈ ഡീലിൽ ഈ ഒരു സമ്മർ തന്നെ നടക്കണമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഇന്ന് കുറച്ചു മുന്നേ ഒരു പ്രോഡ്കാസ്റ്റ്, ടോക്ക് സ്പോർട്സിന്റെ പ്രോഡ്കാസ്റ്റിൽ ട്രോയ് ഡീനെ, പഴയ വാട്ടർഫോർഡിന്റെ താരം, പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമ്മർ തന്നെ ബലേബിനെ സൈൻ ചെയ്യണമെന്നാണ്. കാരണം ബലേബ എന്ന് വെച്ചാൽ നല്ലൊരു ടാലന്റ് ആണ്, ഒരു ടോപ്പ് ക്വാളിറ്റി ടാലന്റ് ആണ്. ഏരിയ ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉഗാർട്ടയുണ്ട്, കാസിംബായ് ഉണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്. പക്ഷെ അവർ നല്ലൊരു മിഡ്ഫീൽഡേഴ്സ് ആണ്. പക്ഷെ അവരെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന അധികം ഏരിയ ബലേബയെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമെന്നാണ്, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഹോൾഡിംഗ് മിഡ്ഫീൽഡർ എന്നാണ് ഡീനയുടെ ഒരു വാദം. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഈ ഒരു സമയം തന്നെ അദ്ദേഹത്തിന് സൈൻ ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ബലേബയ്ക്ക് ഒരു ഡിഫിക്കൽട്ട് ഡീലാണ്, കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് തന്നെ കൊടുക്കണം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഗ്രഹിക്കുന്ന വെച്ചാൽ ആ ഒരു ഡീൽ, ഒരു പ്രൈസ് എത്ര ലോവർ ആവാൻ സാധിക്കുമോ ആ ഒരു ലോവർ ആവാൻ വേണ്ടിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. അപ്പൊ മറ്റൊരു വാർത്ത എന്ന് വെച്ചാൽ ആദം വോർട്ടൺ എന്ന് പറയുന്ന പ്ലെയർ, ക്രിസ്റ്റൽ പാലസിന്റെ 21 വയസ്സുള്ള യങ്സ്റ്റർ കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ സമ്മറിൽ ഇതേപോലെ അദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇപ്പൊ രണ്ടാമത്തെ ഒരു മിഡ്ഫീൽഡ് ഓപ്ഷനായിട്ട് വച്ചിട്ടുള്ള ഒരു താരമാണ് ആദം വോർട്ടൺ. ക്രിസ്റ്റൽ പാലസിന്റെ പ്ലെയർ ആണ്, ലെഫ്റ്റ് ഫുട്ടർ ആണ്. അപ്പം സെക്കൻഡ് ഓപ്ഷനായിട്ടാണ് ആ ഒരു പ്ലെയറിന്റെ പേര് ഇപ്പൊ വച്ചിട്ടുള്ളത്. അപ്പം എത്രമാത്രം ബലേബയുടെ ഡീല് നടക്കാനാണ് ആമറമിനും അതുപോലെ തന്നെ എല്ലാവരും ശ്രമിക്കുന്നത്, എല്ലാവരും ആഗ്രഹിക്കുന്നത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രതീക്ഷിക്കുന്നത്. അപ്പം രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് ആദം വോർട്ടന്റെ പേരാണ് വച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആർസണലിന്റെ ഒരു ട്രാൻസ്ഫർ കഥ കേൾക്കുന്ന വെച്ചാൽ, അറ്റ്ലാന്റയുടെ വിങ്ങർ ഉണ്ടല്ലോ അഡമോലോ ലുക്മാൻ, അദ്ദേഹത്തിന്റെ ഒരു ഡീല് നേരത്തെ ഇന്റർ മിലാൻ ശ്രമിച്ചിരുന്നു, ആ ഡീല് കൊളാപ്സ് ആയി. ഇപ്പം സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്, സൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ആർസണൽ ലുക്മാന് വേണ്ടി കരുക്കൾ നീക്കുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. എന്തായാലും ആർസണൽ ഒരു വിങ്ങറിന് വേണം, ഒരു അറ്റാക്ക് അഡീഷൻ ആർസണൽ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ ലുക്മാന് വേണ്ടി ആർസണൽ മുന്നോട്ട് പോകുന്ന വാർത്തകളാണ് കേൾക്കുന്നത്. സ്കൈ സ്പോർട്സ് ആണ് റിപ്പോർട്ട് ചെയ്തത്. 45 മില്യൺ ലുക്മാന് വേണ്ടി അറ്റ്ലാന്റ ചോദിക്കുന്നത്. അപ്പോൾ വരും ദിവസം നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പം വിങ്ങർ എന്തായാലും ആർസണൽ സൈൻ ചെയ്യും. അപ്പം ലുക്മാൻ നല്ലൊരു സ്ട്രൈക്കർ അല്ലേ, യൂറോപ്പിൽ തന്നെ ബെസ്റ്റ് വിങ്ങേഴ്സിൽ ഒരാളാണ് ലുക്മാൻ. വരും ദിവസം അറിയാൻ സാധിക്കും ലുക്മാൻ എവിടെ പോകുമെന്ന്. ഇനി എന്റെ ക്ലബ്ബായ ലിവർപൂളിന്റെ ഒരു ട്രാൻസ്ഫർ കഥകളോട് പറയണമല്ലോ. ലിവർപൂളിന്റെ പ്രയോറിറ്റി 1ഉം പ്രയോറിറ്റി 2ഉം പ്രയോറിറ്റി 3യും എല്ലാം അലക്സാണ്ടർ ഇസാക്ക് എന്ന് തന്നെയാണ് ഫാബ്രിസോ റൊമാനെയും ഡാവിഡ് ഓയിൻസിനെ ഒക്കെ പറയുന്നത്. കാരണം രണ്ടാമതൊരു ഓപ്ഷൻ ലിവർപൂൾ വച്ചിട്ടുണ്ട്, ബ്രാഡ്ലി ബാർക്കോള. കാരണം ലിവർപൂളിന്റെ ഓൾറെഡി 2 പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. എന്തായാലും ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു വിങ്ങർ വരാൻ സാധ്യതയുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ന്യൂകാസിൽ യുണൈറ്റഡ് രണ്ടാമതൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷന്റെ ഓഫർ ഇസാക്കിന് മുമ്പിൽ വെച്ചു. അതും ഇസാക്ക് നിരസിച്ചു. ഇസാക്കിന് ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടി തുടരാൻ താല്പര്യമില്ല. ഇസാക്കിന് ലിവർപൂളിന് വേണ്ടി സൈൻ ചെയ്യണമെന്ന് ഇസാക്കിന്റെ ആഗ്രഹം. ഇസാക്കിന്റെ ടീംമേറ്റ്, കോച്ചിങ് സ്റ്റാഫ്, മാനേജ്മെന്റ് എല്ലാം ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. ഇസാക്ക് ഒരു സ്ട്രൈക്ക് മൂഡിലാണെന്ന് വേണം പറയാൻ. ലിവർപൂളിന് വേണ്ടി സൈൻ ചെയ്യണം എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ ലിവർപൂൾ രണ്ടാമതൊരു ഓഫർ ഒന്നും വച്ചിട്ടില്ല. രണ്ടാമതൊരു ഓഫർ തയ്യാറാണ്. 130 മില്യൺ പൗണ്ട്സിന്റെ എന്തോ 125 മുതൽ 130 മില്യൺ പൗണ്ട്സിന്റെ ഓഫറിന് ലിവർപൂൾ തയ്യാറെന്ന വാർത്തകളാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ന്യൂകാസിൽ യുണൈറ്റഡ് ആ ഒരു ഡോർ തുറക്കുകയാണെങ്കിൽ, ഇപ്പൊ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ന്യൂകാസിൽ യുണൈറ്റഡിന്റെ കാര്യം അടുത്ത് നമുക്ക് പറയാം. ഇപ്പൊ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ തന്നെയാണ് ലിവർപൂളിന്റെ മെയിൻ പ്രയോറിറ്റി. അതുപോലെ തന്നെ ഒരു CB എന്തായാലും ലിവർപൂൾ സൈൻ ചെയ്യും. ലിവർപൂളിന്റെ ഒരു CB വേണം. അതുപോലെ തന്നെ ബ്രാഡ്ലി ബാർക്കോളയുടെ കാര്യം, ഇതിപ്പോ സ്കൈ സ്പോർട്സ് റിപ്പോർട്ടർ സാച്ച ടവല്ലേറി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ലിവർപൂൾ ഒരു 100 മില്യൺ അറൗണ്ട് വരുന്ന ഒരു ഓഫർ ചെയ്യാൻ തയ്യാറെടുക്കുന്ന വാർത്തകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. ഇതുപോലെ തന്നെ PSG ബ്രാഡ്ലി ബാർക്കോള ഒരു മെയിൻ ആളാണ്. കാരണം ലൂച്ചയുടെ പ്രോജക്റ്റിലെ ഒരു മെയിൻ താരമാണ്. PSG-ക്കും വിൽക്കാൻ താല്പര്യമില്ല.
പക്ഷെ അവർ റെഗുലർ ഫ്രണ്ട് ത്രീ എന്ന് പറയുന്നത് ഡിസൈർഡോ, അതുപോലെ തന്നെ ക്രോറസ്കീലിയ, ഡെംബൂസ് ആണ്. അപ്പം മിക്കവാറും സമയങ്ങൾ ബാർക്കോള ഒരു സെക്കൻഡ് ഹാഫിലേക്കാണ് ഇറങ്ങുന്നത്. പക്ഷെ ഒരു 45-42 GA കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം PSG ഒരു മെയിൻ പ്ലെയറും കൂടിയാണ് ബാർക്കോള. ആ പ്ലെയറിനെ വിൽക്കാൻ PSG താല്പര്യമില്ല. പക്ഷെ ലിവർപൂൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതേപോലെ സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ലിവർപൂൾ ബാർക്കോളയും മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ വരും ദിവസം മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. പക്ഷെ ലിവർപൂളിന്റെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫാബ്രിസോ റൊമാനി അടുക്കാൻ പറയുന്ന വെച്ചാൽ അത് അലക്സാണ്ടർ ഇസാക്ക് തന്നെയാണെന്നാണ്. ഇനി നമുക്ക് ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ ട്രാൻസ്ഫർ കഥ കൂടെ പറയേണ്ടി വരും. കാരണം ന്യൂക്കാസിൽ യുണൈറ്റഡുമായി ബന്ധപ്പെട്ട് ലിവർപൂളിന്റെ ഒരു ട്രാൻസ്ഫർ ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. ന്യൂക്കാസിൽ യുണൈറ്റഡിന് നല്ലൊരു സ്ട്രൈക്കർ വരികയാണെങ്കിൽ ഇസാക്കിനെ റിലീസ് ചെയ്യുന്ന തന്നെ ന്യൂക്കാസിൽ യുണൈറ്റഡ് സമ്മതമാവും. അപ്പം ന്യൂക്കാസിൽ യുണൈറ്റഡിന് വേണ്ടി വിസ ഇതേപോലെ ന്യൂക്കാസിൽ യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്യണമെന്ന ആഗ്രഹം ന്യൂക്കാസിൽ വേണ്ടി സൈൻ ചെയ്യണമെന്ന ആഗ്രഹം വിസ ഇതേപോലെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് UCL കളിക്കണം. അപ്പൊ നിരവധി സൗദി ലീഗിൽ നിന്നൊക്കെ ഓഫർ ഉണ്ട്. പക്ഷെ അതൊക്കെ നിരസിച്ച് ന്യൂക്കാസിൽ യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്യണമെന്നാണ് ഇപ്പൊ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഇതേപോലെ ന്യൂക്കാസിൽ യുണൈറ്റഡ് ഫസ്റ്റ് ഒരു ഓഫർ ബ്രെൻഡഫോർഡിന് മുമ്പിൽ വെച്ചു, 20 മില്യൺ ഓഫർ. അത് അവർ നിരസിച്ചു. ഇപ്പൊ രണ്ടാമത് ഒരു ഓഫർ വെച്ചതായിട്ട് സ്കൈ സ്പോർട്സും ടൈം സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു, 30 മില്യൺ ഓഫർ. അത് എന്തായാലും ബ്രെൻഡഫോർഡ് സ്വീകരിക്കും. കാരണം വിസ ഇതേപോലെ ന്യൂക്കാസിന് വേണ്ടി സൈൻ ചെയ്യണമെന്ന ആഗ്രഹം ബ്രെൻഡഫോർഡിന് മുമ്പിൽ വച്ചിട്ടുണ്ട്. അപ്പൊ മറ്റ് 2-3 ഓപ്ഷനും ന്യൂക്കാസിന് മുമ്പിലുണ്ട്. അതിലൊന്നാണ് നിക്കോളാസ് ജാക്സന്റെ ഏജന്റുമായിട്ട് ന്യൂക്കാസിൽ യുണൈറ്റഡ് ചർച്ച നടത്തിയിട്ടുള്ള വാർത്തകൾ എല്ലാ സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 80 മില്യൺ ആണ് ചെൽസി ചോദിക്കുന്നത്. ഇതേപോലെ ജാക്സൺ ഇതേപോലെ തന്നെ പ്രീമിയർ ലീഗ് തുടരണമെന്നാണ് ജാക്സന്റെ ആഗ്രഹം. ഇതേപോലെ തന്നെ ടോട്ടനമും ബയൺ മൂണിക്കും ജാക്സന് വേണ്ടി രംഗത്തുണ്ട്. അവിടെ ഒരു കോമ്പറ്റീഷൻ എന്തായാലും ന്യൂക്കാസിൽ യുണൈറ്റഡിന് ഉണ്ട്. അപ്പൊ 70 മില്യൺ 65 മില്യൺ മുതൽ 70 മില്യൺ നല്ലൊരു ഫെയർ ഫീ ആയിട്ടാണ് ന്യൂക്കാസിൽ യുണൈറ്റഡ് നോക്കുന്നത്. വരും ദിവസം നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനും ന്യൂക്കാസിന് മുമ്പിലുണ്ട്. സുമ അഗേവ എന്ന് പറയുന്ന പോർട്ടയുടെ സ്ട്രൈക്കർ, 21 വയസ്സുള്ള സ്ട്രൈക്കർ. 45 മാച്ചിൽ നിന്ന് 27 ഗോളുകൾ ഓൾറെഡി അദ്ദേഹം സ്കോർ ചെയ്തു. അതുപോലെ തന്നെ 60 മില്യണൊക്കെയാണ് പോർട്ട് ചോദിക്കുന്നതായിട്ടാണ് ഡേവിഡ് നോയ്സിനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ആസ്റ്റൺ വില്ല ഇതേപോലെ ആ ഒരു സ്ട്രൈക്കറിന് വേണ്ടി രംഗത്തുണ്ടെന്നാണ് കേൾക്കുന്നത്. വരും ദിവസം നമുക്ക് അറിയാൻ സാധിക്കും. ന്യൂക്കാസിൽ യുണൈറ്റഡിന്റെ ഒരു നല്ല സ്ട്രൈക്കർ ഡീൽ നടന്നാൽ എന്തായാലും ന്യൂക്കാസിൽ യുണൈറ്റഡ് അലക്സാണ്ടർ ഇസാക്കിനെ റിലീസ് ചെയ്യും. അലക്സാണ്ടർ യുണൈറ്റഡിന് ഇനിയിപ്പം അമ്പിലും വില്ലിലും അടക്കാത്ത രീതിക്കാണ് അലക്സാണ്ടർ ഇസാക്ക് ഉള്ളത്. ലിവർപൂളിന് വേണ്ടി മാത്രമേ അദ്ദേഹം സൈൻ ചെയ്യുള്ളൂ. ലിവർപൂളിലാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ ഇതും ഉള്ളത്. അപ്പോൾ വരും ദിവസങ്ങൾ ഈ ഡീൽ ഏതെങ്കിലും ഒരു ഡീൽ നടക്കുകയാണെങ്കിൽ അലക്സാണ്ടർ ഇസാക്കിന്റെ ഡീലും ലിവർപൂളിന്റെ ഡീലും തമ്മിലുള്ള ആ ഡീൽ നടക്കും. അപ്പോൾ വരും ദിവസം അറിയാൻ സാധിക്കും ഏതൊക്കെ ഡീലൊക്കെ നടക്കുമെന്ന്. നമുക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. നമസ്കാരം.